മലബാർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രവീഥികളിലൂടെ എന്ന പ്രോഗ്രാമിൻ്റെ 7ാം ഭാഗത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നത് മാത്തൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. ഈ ക്ഷേത്രം മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിൽ തവനൂർ പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിപുരാതനമായ 108 ശിവക്ഷേത്രങ്ങളിൽ ഉൾപ്പെട്ട മാത്തൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയത് ശ്രീ പരശുരാമനാണ്. കോഴിക്കോട് പുതിയ കോവിലകം വലിയ തമ്പുരാട്ടിയുടേതായിരുന്നു ക്ഷേത്രം. കാലപ്പഴക്കത്തിൻ്റെ ജീർണതകൾ കൊണ്ട് കേടുപാടുകൾ സംഭവിച്ച ഈ ക്ഷേത്രം നവീകരണത്തിൻ്റെ പാതയിലാണ്. ഇവിടെ മഹാദേവനോളം പ്രാധാന്യത്തിൽ തന്നെ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രവും ഉണ്ട്. ചെറിയ ശ്രീകോവിലിലാണ് മഹാവിഷ്ണു പ്രതിഷ്ഠ. ശ്രീകോവിലിന് വലിപ്പം കുറവാണെങ്കിലും അതിലെ ചുമർ ചിത്രങ്ങൾ ആരെയും ആകർഷിക്കുന്നവയാണ്. ക്ഷേത്ര നവീകരണത്തോടൊപ്പം ഉപദേവ പ്രതിഷ്ഠകളും ക്ഷേത്രത്തിൽ നടന്നുവരികയാണ്. കാലക്രമത്തിൽ ബിംബങ്ങൾക്കും ക്ഷേത്രത്തിനും സംഭവിക്കാവുന്ന ന്യൂനതകളും അശുദ്ധികളും മൂലം ഈ ചൈതന്യത്തിൻ്റെ അനുഗ്രഹ കലകൾക്ക് ലോപം സംഭവിക്കുവാൻ ഇടയുള്ളതുകൊണ്ട് യഥാസ്ഥിതി പരിഹരിച്ച് ഒരു ക്ഷേത്രത്തെ അതിൻ്റെ പൂർണ്ണ ചൈതന്യത്തിലേക്ക് ഉയർത്തുകയാണ് നവീകരണ കലശം എന്ന ബൃഹത്തായ താന്ത്രിക കർമ്മത്തിൻ്റെ ലക്ഷ്യം. 11 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് നവീകരണ കലശ ചടങ്ങുകൾ. മേടം 26-ന് ക്ഷേത്രത്തിൽ 200 വർഷങ്ങൾക്കിപ്പുറം പുനഃപ്രതിഷ്ഠ നടക്കുന്നു എന്നത് ഭക്തരിൽ അതിയായ സന്തോഷവും അനുഗ്രഹവും ഉണ്ടാക്കുന്ന ഒന്നാണ്. ഈശാനരുദ്രൻ എന്ന ഭാവത്തിൽ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന സ്വയംഭൂവായ ശ്രീ മഹാദേവൻ്റെ ക്ഷേത്രത്തിന് 1500 വർഷത്തിലേറെ പഴക്കം കണക്കാക്കുന്നു. ഭഗവാനെ തേടിയെത്തുന്നവരുടെ അഭീഷ്ടങ്ങൾ നടത്തിക്കൊടുക്കുവാൻ ഈശാനരുദ്രനായ ശ്രീ മഹാദേവൻ ഒട്ടും മടികാട്ടാറില്ല എന്നതാണ് ഭക്തരുടെ വാക്കുകൾ. ഓം ഈശാനരുദ്രായ നമഃ.